നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ വരുന്ന സെക്കൻഡ് ടേം +2 എക്സാമിന് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ള എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി മുൻപ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും അതെടുത്ത് കാണണം. ആ ചാപ്റ്റേഴ്സ് മാത്രമാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ ഒരു തരത്തിലും വിട്ടുപോവാതെ കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ പറയുന്ന ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് മാക്രോ ഇക്കണോമിക്സിൽ നിന്ന് സെക്കൻഡ് ടൈം എക്സാമിന്, അതായത് ക്രിസ്മസ് എക്സാമിന് +2 ഇക്കണോമിക്സിൽ പഠിക്കാനുള്ളത് മാക്രോ ഇക്കണോമിക്സിന്റെ 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. മൈക്രോ ഇക്കണോമിക്സിൽ നിന്നാണെങ്കിൽ നമുക്ക് 2 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. അത് 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ ആണ്. ഓക്കെ, 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ ആണ് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉറപ്പായിട്ടും വരിക, എത്ര മാർക്കിന് വരും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ അതേ മാർക്ക് തന്നെ നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ, അവരും പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാമിന് ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും, നോട്ടിഫിക്കേഷൻ കിട്ടും എന്ന് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മാക്രോ എക്കണോമിക്സിന്റെ 1ാമത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സിൽ നമുക്കറിയാം അവിടെ മാക്രോ എന്താണെന്നതിനെ സംബന്ധിച്ച് നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ മാക്രോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം ഇവിടെയും മാക്രോയെ സംബന്ധിച്ച് മാക്രോ ആണ് പറയുന്നതെങ്കിലും മൈക്രോയുടെ ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റേഴ്സിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് ആരാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വേണം. മാക്രോ ഇക്കണോമിക്സിന്റെ പിതാവ് JM കെയ്ൻസ് ആണ്, ജോൺ മേനാർഡ് കെയ്ൻസ് ആണ്. ജോൺ മേനാർഡ് കെയ്ൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേരെന്താണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നാണ് JM കെയ്ൻസ് എഴുതിയ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം എഴുതിയ വർഷം കൂടെ പഠിച്ചു വെക്കുക. 1936 1936 ആണ് ആ പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് വൺ വേർഡിൽ നിങ്ങൾക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത്? എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. മാക്രോ ഇക്കണോമിക്സിന്റെ ആവിർഭാവത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. എമർജൻസ് എന്ന് പറഞ്ഞാൽ ആവിർഭാവമാണ്. മാക്രോ ഇക്കണോമിക്സിന്റെ ആവിർഭാവത്തെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടാവുക. ആ ചോദ്യത്തെ നമുക്ക് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ എഴുതുക? 1930s ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസ് എന്താണെന്ന് ചോദിക്കാം. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യം എന്താണെന്ന് ചോദിക്കാവുന്നതാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യം എന്താണെന്ന് ചോദിക്കാം. ഏത്? എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു ചോദ്യ രൂപത്തിൽ വരികയാണെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഓർ എന്താ എഴുതേണ്ടത്? ഗ്ലോബൽ ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1930s എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതാണ് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് അവിടെ ഉൾപ്പെടുത്താവുന്നത്. രണ്ടാമത്തേത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന് ഒരു ചോദ്യം തന്നെയാണ് സെക്ടേഴ്സ് ഓഫ് ദ മാക്രോ എക്കോണമി എന്നുള്ളത്. അതായത് മാക്രോ എക്കോണമിയിലെ സെക്ടേഴ്സ് ഏതൊക്കെയാണ്? അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ്? അത് നമ്മൾ പോയിന്റ് മാത്രം എഴുതുകയാണെങ്കിൽ 2 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. 4 മാർക്കിന് ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്യണം. അപ്പൊ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഗാർഹിക മേഖല, അതുപോലെ ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അതുപോലെ ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ, ഗവൺമെന്റ് തന്നെ എഴുതാം മലയാളത്തില്. പിന്നെ എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ ബാഹ്യ മേഖല അല്ലെങ്കിൽ വിദേശ മേഖല. ഇതാണ് 4 മേഖലകൾ. ഈ 4 മേഖലകളെ നിങ്ങൾ പോയിന്റ് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്കിനാണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. നേരെ മറിച്ച് 4 മാർക്കിനാണ് ചോദ്യം വരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എങ്ങനെ എഴുതണം? നിങ്ങൾ അത് വിവരിച്ചെഴുതണം. ജസ്റ്റ് എന്താണ് ഗാർഹിക മേഖല എന്നുള്ളത് ജസ്റ്റ് വിവരിക്കുക, ഫേം എന്താണെന്ന് വിവരിക്കുക, അങ്ങനെ ഓരോന്നും ജസ്റ്റ് ഓരോ വരിയിലെങ്കിലും വിവരിക്കണം. ഓക്കെ, ആ 2 ചോദ്യങ്ങളാണ്, 2 ടോപ്പിക് മാത്രമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ചോദ്യങ്ങൾ, അതായത് ടോപ്പിക്കുകൾ. ക്ലിയർ അല്ലേ? അപ്പൊ 8 മാർക്ക് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. പക്ഷെ 8 മാർക്കിന് ചോദ്യം വരില്ല, ഏതെങ്കിലും ഒന്നേ അവിടുന്ന് ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പിക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ മൈക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഏത്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നത്, അല്ലെ? ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങില് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കിന് നമുക്ക് എന്താ പറയാ മാർക്ക് തന്നിട്ടുള്ള, അല്ലെ, അതായത് വെയിറ്റേജ് തന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ. ആ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഗുഡ്സിനെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കാനുള്ളത്, അല്ലെ? ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഫൈനൽ ഗുഡ്, ഇന്റർമീഡിയറ്റ് ഗുഡ്, കൺസംഷൻ ഓർ കൺസ്യൂമർ ഗുഡ്, ക്യാപിറ്റൽ ഗുഡ്, ഇങ്ങനെ 4 ഗുഡുകളെ പറ്റി പഠിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ 4 ഗുഡുകളില് ഏറ്റവും പ്രധാനപ്പെട്ട ഗുഡ് ഏതാണ്? അത് ഇന്റർമീഡിയറ്റ് ഗുഡാണ്. അതായത് അന്തരാള വസ്തുക്കൾ അല്ലെങ്കിൽ മധ്യമ വസ്തുക്കൾ, അതും അല്ലെങ്കിൽ ഇടനില ഉൽപ്പന്നം. ഓക്കെ, മലയാളത്തിൽ ചോദ്യം വരികയാണെങ്കിൽ ഒന്നുകിൽ അന്തരാള വസ്തു എന്നുണ്ടാകും, അല്ലെങ്കിൽ ഇടനില ഉൽപ്പന്നം എന്നുണ്ടാകും. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ഒക്കെ നമുക്ക് ചോദ്യം വരുന്നത് ഇടനില ഉൽപ്പന്നം എന്ന പേരിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് ഇംഗ്ലീഷിൽ ഉണ്ടാവും. ആ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്താണ് എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ വിവരിക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ എക്സാമ്പിൾ ഇട്ടിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോ ആ രീതിയിൽ നിങ്ങൾ അത് 1 വേർഡിലായിട്ടോ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ അവിടെ ഈ ഇന്റർമീഡിയറ്റ് ഗുഡ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഗുഡാണ് ഏത്? കൺസ്യൂമർ ഗുഡ് അല്ലെങ്കിൽ കൺസംഷൻ ഗുഡ്. ഈ കൺസ്യൂമർ ഗുഡും അതുപോലെ ഫൈനൽ ഗുഡും ഏകദേശം ഒരേ തിയറിയാണ്. എങ്കിലും ആ കൺസ്യൂമർ ഗുഡിനെ നമ്മൾ അവിടെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്യൂറബിൾ ഗുഡ് ആണ്, രണ്ടാമത്തേത് നോൺ ഡ്യൂറബിൾ ഗുഡ് ആണ്. ഡ്യൂറബിൾ ഗുഡ് എന്ന് പറഞ്ഞാൽ ഈടുള്ള വസ്തുവാണ്, നോൺ ഡ്യൂറബിൾ ഗുഡ് എന്ന് പറഞ്ഞാൽ ഈടില്ലാത്ത വസ്തുവാണ്. അപ്പൊ പരീക്ഷയ്ക്ക് അവിടെ ചോദിക്കുന്ന ഒരു 3 മാർക്കിന്റെ ചോദ്യം ഒന്നുകിൽ ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും, താരതമ്യം ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിക്കും, വ്യത്യാസം എഴുതാൻ വേണ്ടി ചോദിക്കും. ഇനി അതല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് തന്നിട്ട് അതിനെ രണ്ടിനെയും 2 പട്ടികയിൽ, അതായത് 2 കോളത്തിലാക്കാൻ വേണ്ടിയിട്ടും ചോദിക്കാം. ഏത്? ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ, ഈ പറഞ്ഞ ഡ്യൂറബിൾ ഗുഡ്സിനെ എന്താണ്, അതിനെ 2 ബോക്സ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റോക്ക് എന്താണ്, ഫ്ലോസ് എന്താണെന്ന് ചോദിക്കും. സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് ചോദിക്കുകയാണെങ്കിൽ അത് തിയറി ആയിട്ട് ചോദിക്കാം, അതായത് സ്റ്റോക്ക് ഫ്ലോസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ശേഖരം, പ്രവാഹം എന്നിവ എഴുതുക എന്നായിരിക്കും ഉദാഹരണം എഴുതാൻ വേണ്ടി പറയും. അങ്ങനെയാണെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ അതിനെ നേരിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാം, അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് അതിനെ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടും ചോദിക്കാം. ഓക്കെ, അതാണ് അതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. പിന്നെ 4 അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ ഇക്കോണമി എന്നാണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ അതായത് ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം അതിനെ കാണിക്കുന്ന ആ ചിത്രം നമുക്ക് തരും. ഓക്കെ, ആ ഹൗസ് ഹോൾഡും ഫേമും കാണിക്കുന്ന 2 ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു സർക്കുലർ വരയ്ക്കുമല്ലോ. ആ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തെ കാണിക്കുന്നതാണ് ഏത്? അവിടെ പറഞ്ഞ ഈ ചോദ്യം. ഓക്കെ, അത് സാധാരണ പരീക്ഷയ്ക്ക് നമുക്ക് ആ ചിത്രം തന്നിട്ട് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, ഫ്ലോസ് കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ 2 ഫ്ലോസ് ഏതൊക്കെയാണ്, മണി ഫ്ലോ, റിയൽ ഫ്ലോ, അങ്ങനെയൊക്കെ അത് എഴുതാനും അതിനൊന്ന് ഡിഫൈൻ ചെയ്യാനും ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ആ ചിത്രം മാത്രം തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ ചിത്രം അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ അതൊരു 3 മാർക്കിന്റെ ചോദ്യം മാത്രമാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അവിടെ ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ എസ്സേ എന്താണ്? മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം എന്നാണ്. മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനം മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ചോദിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, വരുമാന രീതി, ചെലവ് രീതി, അതുപോലെ തന്നെ പിന്നെന്താ ഉൽപ്പന്ന രീതി. അപ്പൊ ഈ 3 രീതികൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എസ്സേ ആണ്. ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. 8 മാർക്കാണ് എസ്സേക്ക്. വളരെ ഷോർട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് പോലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് മാക്സിമം അതൊന്ന് വിശദീകരിച്ച് എഴുതാൻ നോക്കണം. ഓക്കെ, പിന്നെ എല്ലാത്തിന്റെയും ഇക്വേഷൻസ് നിർബന്ധമായിട്ടും കൊടുക്കണം. 3 മെത്തേഡിനും ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ നിർബന്ധമാണ് എസ്സേ എഴുതുമ്പോൾ. ഓക്കെ, അപ്പോ
അത് 8 മാർക്കിന്റെ. പിന്നെ അതേപോലെ തന്നെ 4 മാർക്കിന്റെ ചോദ്യം കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് GDP ഡിഫ്ലാറ്റർ എന്താണ്, GDP ഡിഫ്ലാറ്റർ എന്താണെന്ന് ചോദിക്കും. GDP ഡിഫ്ലാറ്ററിന്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറയും. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം തന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ GDP ഡിഫ്ലാറ്റർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ഡിവൈഡഡ് ബൈ കൊടുത്തിട്ട് സ്മോൾ ലെറ്റർ GDP ഇൻറ്റു 100 എന്ന് എഴുതിയാൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, GDP ഡിഫ്ലാറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അത് 4 മാർക്കിന്റെ ചോദ്യമാണ്, അത് മാത്രം ചോദിക്കുമ്പോൾ. അതുപോലെ തന്നെ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്താണ് GDP ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണാം. GDP ആൻഡ് വെൽഫെയർ. ഓക്കെ, GDPയും ക്ഷേമവും. അപ്പൊ ഒരു രാജ്യത്തിന്റെ ക്ഷേമം അളക്കുന്നതിന് GDP ഒരു സൂചകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് എങ്ങനെ ചോദിച്ചാലും GDP ആൻഡ് വെൽഫെയറിനെ എങ്ങനെ ചോദിച്ചാലും 4 മാർക്കാണ്. അത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആ രീതിയിൽ, നോട്ടിൽ തന്നിട്ടുള്ള രീതിയിൽ മാത്രം പഠിക്കുക. ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഇതിന്റെ എല്ലാം വീഡിയോസ് കിടക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്കും സെപ്പറേറ്റ് വീഡിയോസ് കിടക്കുന്നുണ്ട്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എസ്സേ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് വേറെ കിടക്കുന്നുണ്ട്. എല്ലാം സെപ്പറേറ്റ് ടോപ്പിക്കാണ്. എല്ലാം കൂടെ വാരി വലിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല. അത്രയും ലോങ് വീഡിയോസ് അല്ല, 10 മിനിറ്റ് 5 മിനിറ്റ് 8 മിനിറ്റ് വീഡിയോസ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. നോട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, എഴുതിയെടുക്കാനും പറ്റും, മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും. ഓക്കെ, അപ്പൊ കാണാത്തവരോടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തെ, അതായത് ഈ GDP ഡിഫ്ലാറ്ററിന്റെ 4 മാർക്കിനെയും GDP ആൻഡ് വെൽഫെയർ എന്ന് പറയുന്ന 4 മാർക്കിന്റെ ചോദ്യത്തെയും രണ്ടും 4 മാർക്കിനായിട്ട് നമുക്ക് 8 മാർക്കിലേക്ക് എസ്സേ തരാനും സാധ്യതയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ 2024 മാർച്ചിലെ കൊല്ലപരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ഈ പറഞ്ഞ രീതിയിൽ ആ ചോദ്യം വന്നതാണ്. GDP ഡിഫ്ലാറ്റർ എന്താണ്, ഒരു 4 മാർക്കിന് ചോദ്യം A ക്വസ്റ്റ്യൻ ആയിട്ട് തന്നു. പിന്നെ അതിൽ B ക്വസ്റ്റ്യൻ ആയിട്ട് GDP ആൻഡ് വെൽഫെയർ വിശദീകരിക്കാൻ വേണ്ടിയിട്ടും തന്നു. അപ്പൊ 8 മാർക്കിന് അങ്ങനെയൊക്കെ വന്നാലും എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ നോക്കി പോകണം, മനസ്സിലായോ? എസ്സേയുടെ ചോദ്യം നമ്മൾ ആ ഒരു പരമ്പരാഗതമായിട്ട് പറയുന്ന നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് സ്ഥിരമായിട്ട് വരും എന്ന് പറഞ്ഞ് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ചിലപ്പം ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. ഇതെന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഈ പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും. ഓക്കെ, മാക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ നമുക്ക് അത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. കുറച്ച് ഭാഗങ്ങൾ അല്ലെ, ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ഈ ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ, ഡ്രോബാക്ക് ഓഫ് ബാർട്ടർ സിസ്റ്റം അല്ലെ, അത് പഠിക്കുക. ഡ്രോബാക്ക് ഓഫ് ബാർട്ടർ സിസ്റ്റം പഠിക്കുക. ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ പഠിക്കുക. ആ പോരായ്മകൾ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാൻ എളുപ്പമാണ്? അതായത് ഫങ്ഷൻസ് ഓഫ് മണി പഠിക്കാൻ എളുപ്പമാണ്, പണത്തിന്റെ ധർമ്മങ്ങൾ പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. അപ്പോ ബാർട്ടർ സമ്പ്രദായത്തിന്റെ പോരായ്മകൾ ചോദിക്കുകയാണെങ്കിൽ 4 അല്ലെങ്കിൽ 3 മാർക്കാണ്. അതുപോലെ ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുന്നത് 5 മാർക്കിനും ചോദിക്കാറുണ്ട്, 4 മാർക്കിനും ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ പണത്തിന്റെ നിർവചനം കൊണ്ടുവന്നത് ആരാണ്? വൺ വേർഡിൽ ഒരു ചോദ്യമാണ്, പണം എന്നാൽ എന്ത്, അല്ലെങ്കിൽ പണത്തിന്റെ നിർവചനം ചോദിക്കാറുണ്ട്. പണത്തിന്റെ നിർവചനം കൊണ്ടുവന്നത് ആരാണ്? അത് വാക്കർ ആണ്. വാക്കർ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർ മണി എന്താണെന്നുള്ളത്. 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒന്നാണ് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ചോദനാണ്. പണത്തിന്റെ ചോദനത്തിന്റെ പ്രേരകങ്ങൾ കൂടി പഠിക്കുക. അതായത് 2 മോട്ടീവുകൾ ഉണ്ട് ഡിമാൻഡ് ഫോർ മണിക്ക്. ശരിക്കും 3 മോട്ടീവ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ 2 മോട്ടീവ് ബുക്കിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ 2 മോട്ടീവുകൾ നിങ്ങൾക്ക് അറിയണ്ടാകും. ഒന്ന് ഏതാണ്? ട്രാൻസാക്ഷൻ മോട്ടീവാണ്, കൈമാറ്റ പ്രേരകം. രണ്ടാമത്തേത് ഏതാ? സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്, അല്ലെങ്കിൽ ഊഹക്കച്ചവട പ്രേരകം. ഓക്കെ, അത് രണ്ടും പഠിച്ചാൽ മതി. അപ്പൊ ഡിമാൻഡ് ഫോർ മണി എന്താണെന്ന് പഠിക്കണം, പണത്തിന്റെ ചോദന എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ 2 മോട്ടീവുകൾ, ട്രാൻസാക്ഷൻ മോട്ടീവ് അല്ലെങ്കിൽ കൈമാറ്റ പ്രേരകം. രണ്ടാമത്തേത് ഏതാണ്? സ്പെക്കുലേറ്റീവ് മോട്ടീവ് അല്ലെങ്കിൽ ഊഹ കച്ചവട പ്രേരകം. ഓക്കെ, അത് രണ്ടും പഠിക്കുക. ഓക്കെ, അത് ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് നമുക്ക് സാധാരണ ആ ചിത്രം തന്നിട്ട്, അതിന്റെ കർവ് തന്നിട്ട് ആ കർവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ലിക്വിഡിറ്റി ട്രാപ്പ് എസ്സേ ചോദിക്കില്ല. ഓക്കെ, അത് എന്തിനുള്ളതാണ്? ലിക്വിഡിറ്റി ട്രാപ്പ് എസ്സേ ചോദിക്കില്ല, അത് എസ്സേക്കൊന്നും ഇല്ല. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് അതിന് ചിത്രം തന്നിട്ട് അതിനെ ആ ചിത്രങ്ങളൊക്കെ അടയാളപ്പെടുത്തി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അവിടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്നാണ് ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്.
പണത്തിന്റെ നിയമപരമായ അളവുകൾ അത് ഏതാണ് M1, M2, M3, M4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ വൺ വേർഡുകളൊക്കെ ചോദിക്കാം. M1 എന്താണ്, M2 എന്താണ്, M3 എന്താണ്, M4 എന്താണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ M1 എന്ന് പറയുന്നത് മോസ്റ്റ് ലിക്വിഡ് മണിയാണ്. അതുപോലെ തന്നെ M4 എന്ന് പറയുന്നത് ലീസ്റ്റ് ലിക്വിഡ് മണിയാണ്. RBI യുടെ പണം എന്ന് പറയുന്നത് M3 ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിലുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്, മോണിറ്ററി പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മോണിറ്ററി പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ്, പണനയവും അതിന്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളും. അതായത് പണനയം എന്നാൽ എന്ത്, അതിന്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ പിന്നെന്താണ് കരുതൽ ധന അനുപാതം, അതുപോലെ പിന്നെന്താണ് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അങ്ങനെയുള്ളതാണ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പണനയവും അതിന്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളും പഠിക്കണം, 4 മാർക്കാണ്. അതുപോലെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, അത് ഇതിന്ന് എസ് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് സെൻട്രൽ ബാങ്കിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്താണ്, കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്താണ്, കൃത്യമായിട്ട് പഠിക്കണം. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 പോയിന്റ് ആണ് അതിൽ പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് എസ് ഏതാണ്, ഈ സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് മാത്രമായിട്ട് എസ് ചോദിക്കാറുണ്ട്. അത് മുൻപൊക്കെ ചോദിച്ചിരുന്നതാണ്. ഇനിയിപ്പോ അത് ചോദിക്കുന്നില്ലെങ്കിൽ ഈ ചാപ്റ്ററിന് ഒരു എസ് വരുന്നത് ഏത് രൂപത്തിലായിരിക്കും, മോണിറ്ററി പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് 4 മാർക്കിന് ചോദിക്കും. അതേപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കിന്റെ ഏതെങ്കിലും 4 ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി പറയും, അതിന് 4 മാർക്ക് തരും. അങ്ങനെ 4, 4, 8 മാർക്കിന് അവിടെ ചോദ്യം നമുക്ക് വന്നേക്കാം. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ്, അതായത് മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്നുള്ളതാണ്. ഇനി മാക്രോ എക്കണോമിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആണ് എന്ത്, ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻകം ഡിറ്റർമിനേഷനിൽ നമ്മൾ എന്താണ്, അതില് നമുക്ക് എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാണ്ട് 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. എക്സ് ആൻഡ് എന്താണ്, എക്സ്പോസ്റ്റ് എന്താണെന്നുള്ള ചോദ്യം. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ് അവിടെ പഠിക്കാനുണ്ട്. APC, APS, MPC, MPS. ഓക്കെ, അത് ജസ്റ്റ് ചിലപ്പോൾ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി പറയും. 4 എണ്ണത്തിന്റെ ഇക്വേഷൻസ് APC ഡാഷ് APS ഡാഷ് MPC ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഷ് ഇട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ പറയും. അത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാം. എല്ലാത്തിന്റെ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ച് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ AD എന്ന് പറയും, മൊത്തം ചോദനം. അതുപോലെ അഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ AS എന്ന് പറയും, മൊത്തം പ്രധാനം. അത് രണ്ടും കൂടെ എന്താണ് എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, അതായത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. ഓക്കെ, അതല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് തന്നെ എന്താണ് AD, എന്താണ് AS, അതിന്റെ കർവൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ പറയാൻ വിട്ടൊരു കാര്യം, ADയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്, അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്. AD ഈക്വൽ ടു C+I ആണ് എന്ന് പറഞ്ഞാൽ ഉപഭോഗവും അതുപോലെ നിക്ഷേപവുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. 2 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ADയുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ, അതായത് മൊത്തം ചോദനത്തിന്റെ അല്ലെങ്കിൽ സഞ്ചിത ചോദനം, മൊത്തം ചോദനത്തിന് പകരമായിട്ട് മലയാളത്തിൽ ചോദിക്കുന്ന എന്താണ്, സഞ്ചിത ചോദനം എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇക്വിലിബ്രിയം ചോദിക്കാൻ സാധ്യത ഉണ്ട്. ആ ചോദ്യം എങ്ങനെ വരുള്ളൂ, ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം അണ്ടർ 3 സെക്ടർ ഇക്കോണമി എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം അണ്ടർ 3 സെക്ടർ ഇക്കോണമി, അതായത് ഒരു ത്രിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ 3 മേഖലകളുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഈ പിന്നെ വരുമാനം, അതുപോലെ തന്നെ ഉൽപ്പന്നം എന്നിവയുടെ അതിന്റെ എന്താണ് സന്തുലിതാവസ്ഥയെ കാണിക്കുന്നത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒറ്റ എക്സ് ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അഗ്രിഗേറ്റ് സപ്ലൈ കർവും കൂടെ ഈക്വൽ ആയിട്ട് വരച്ചിട്ട് അത് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നത്. പിന്നെ അവിടെ നമ്മൾ പഠിക്കേണ്ടത് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മൾട്ടിപ്ലയർ K ഈക്വൽ ടു 1/1 - MPC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമവാക്യം വെച്ചുള്ളത്. അതിന് നമ്മൾ മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്നോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ എന്നോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, എല്ലാം ഒന്ന് തന്നെയാണ്. മൾട്ടിപ്ലയർ എന്ന് പറയുന്നതും ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞതും ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞതും ഒക്കെ ഒരേ സംഗതി തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളതാണ്. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നല്ല മാർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിൽ സംശയം വേണ്ട.
ഇനി നമ്മൾ മൈക്രോയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോയുടെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഏത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് 4ാമത്തെ ചാപ്റ്റർ. ഈ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അതൊരു 4 മാർക്കിന്റെ ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇതൊന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ്, അതായത് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, സവിശേഷതകൾ എന്നൊക്കെയാണ് ചോദ്യം ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വന്നേക്കാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേം എങ്ങനെയാണ് ലാഭം പരമാവധി ആക്കുന്നത് എന്ന് ചോദിക്കാം. അവിടെ 3 കണ്ടീഷൻസ് ഉണ്ട്. ചിലപ്പോൾ ആ 3 കണ്ടീഷൻസ് ആവും ചോദിക്കേണ്ടാവുക. അതായത് MR ഈക്വൽ ടു MC, അതുപോലെ തന്നെ MR ഷുഡ് ബി ഇൻക്രീസിംഗ്, P ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ABC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻ പ്രകാരം ആണെങ്കിൽ നിങ്ങൾ അതിന്റെ കണ്ടീഷനാണ് ചോദിക്കുന്നതെങ്കിൽ അത് അങ്ങനെ എഴുതാം, 3 മാർക്കിനാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് എലോൺ ആണെങ്കിൽ, അത് മാത്രമാണെങ്കിൽ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ റവന്യൂവുമായി ബന്ധപ്പെട്ട് TR, AR, MR അതിന്റെ ഒരു കാൽക്കുലേഷൻ കോളം ചിലപ്പം തന്നേക്കാം. ഓക്കെ, കാൽക്കുലേഷൻ കോളം നിർബന്ധമായിട്ടും വരണമെന്നൊന്നുമില്ല, ചിലപ്പം തന്നേക്കാം. ഏതാണ് TR, AR, MR. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കാം. അപ്പൊ TRന്റെ ഇക്വേഷൻ പഠിക്കുക, ARന്റെ ഇക്വേഷൻ പഠിക്കുക, MRന്റെ ഇക്വേഷൻ പഠിക്കുക, എങ്ങനെയാണ് കാണേണ്ടതെന്നൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒന്ന് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്, രണ്ടാമത്തത് ഇൻപുട്ട് പ്രൈസ് ആണ്, മൂന്നാമത്തേത് യൂണിറ്റ് ടാക്സ് ആണ്. ഓക്കെ, ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ പഠിക്കാൻ മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ ഒന്നാമത്തേത് എന്താണ് എക്സസ് ഡിമാൻഡ്, എന്താണ് എക്സസ് സപ്ലൈ, എന്താണ് അധിക ചോദനം, എന്താണ് അധിക പ്രധാനം. അതുപോലെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അത് ആ തുടക്കത്തിൽ തന്നെ ഉണ്ട്. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, എക്സസ് ഡിമാൻഡ് അതായത് അധിക ചോദനവും അധിക പ്രധാനവും, പിന്നെ കമ്പോള സന്തുലിതാവസ്ഥ മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ, പിന്നെ ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അതായത് സന്തുലിത വില, സന്തുലിത അളവ്. ഇതൊക്കെ കോമൺ ആയിട്ട് കിടക്കുന്ന ഒരുമിച്ചുള്ള കാര്യങ്ങളാണ്. പിന്നെ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് പ്രൈസ് സീലിംഗ്. 4 മാർക്കിനോ അല്ലെങ്കിൽ 2 കൂടെ ചോദിക്കാണ്. പ്രൈസ് സീലിംഗ് ഉണ്ട്, അതുപോലെ പ്രൈസ് ഫ്ലോർ ഉണ്ട്. 2 കൂടെ ആണെങ്കിൽ നമുക്ക് 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 2ന്റെയും ചിത്രമൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയും. പ്രൈസ് സീലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ഫ്ലോർ ഉണ്ട്. അതായത് എന്താണ് പ്രൈസ് സീലിംഗ്, അതായത് സീലിംഗ് പ്രൈസ് എന്നും പറയും, പ്രൈസ് സീലിംഗ് എന്ന് പറയും. വിലപരിധി എന്നാണ് നമ്മൾ പറയുക അല്ലെ, മലയാളത്തിൽ എന്താ പറയുക, വിലപരിധി എന്ന് പറയും. ഓക്കെ, അപ്പൊ പ്രൈസ് സീലിംഗ് എന്താണ്, വിലപരിധിയാണ്. അതുപോലെ തറവില അല്ലെങ്കിൽ താങ്ങുവില, അതാണ് ഫ്ലോർ പ്രൈസ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിലുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 4 അല്ലെങ്കിൽ 5 മാർക്കിനാണ് ആ ചോദ്യം വരുന്നത്. ഓക്കെ, ഇതൊക്കെ വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. മക്കളെ, ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും നോക്കണ്ട എന്നുള്ളത് ഷുവർ ആണ്, ഗ്യാരണ്ടി ആണ്. വിശ്വസിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഉറപ്പാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺസബ്സ്ക്രൈബ് ചെയ്യാം. അതിന് ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.